അഡ്വക്കേറ്റ് ഷിബു മീരാൻ, VPP മുസ്തഫ വരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇരിക്കും. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ KK രമ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളുണ്ടല്ലോ, ഇത് നമ്മുടെ മുന്നിൽ നേരത്തെ തന്നെയുള്ള വിഷയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഈ മേസ്തിരികളായി പ്രവർത്തിക്കുന്നു ഇവർ എന്നുള്ള വിവരങ്ങളടക്കം പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ ഒരു ഉദാസീനത സംഭവിച്ചു ജീവനക്കാർക്ക് എന്ന നിലയ്ക്കാണല്ലോ വിലയിരുത്തുന്നത്. 4 ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടാവുകയും ചെയ്തു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നെടുത്ത തീരുമാനമെന്നുള്ളത് ഇനിയും കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു. നിലവിലുള്ള അന്വേഷണം തുടരുകയും ചെയ്യും. പക്ഷേ ഈ 4 ഉദ്യോഗസ്ഥരെ 4 ജീവനക്കാർക്കെതിരെ നടപടി എന്നതിലപ്പുറം വലിയ നടപടി വേണ്ട ഒരു വിഷയമായിട്ടും അതിലപ്പുറത്തേക്ക് കടന്നിട്ടില്ല. അത് ഇനി വരും ദിവസങ്ങളിൽ കടന്നേക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതോ ഈ തരത്തിൽ നേരത്തെ ഈ TP കേസ് പ്രതികൾ വാട്സപ്പ് ഫേസ്ബുക്ക് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ജയിൽ മേധാവി തന്നെ മാറ്റിയിരുന്നു, ഇവിടെ അങ്ങനെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല? സ്മൃതി, തീർച്ചയായും ഈ വിഷയത്തെ കേരളത്തിലെ ഗവൺമെൻറ് വളരെ ലൈറ്റായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ഇന്നലെ രക്ഷപ്പെട്ട് പിന്നീട് അധികം വൈകാതെ നമ്മൾ പിടികൂടിയ ഈ പ്രതി, ആ പ്രതി അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർ തന്നെ ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മൾ സൗമ്യയെ മറന്നിട്ടില്ല. ആ ട്രെയിനിൽ നിന്ന് ഇദ്ദേഹം തന്നെ തള്ളിയിട്ട് താഴെ വീണ് മരണത്തെ മുഖാമുഖം കണ്ട് പ്രാണന് വേണ്ടി പിടക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് മനുഷ്യരാരും ചെയ്യാൻ മടിക്കുന്ന കൊടും ക്രൂരത ഈ പ്രതി ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് ജയിലിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രമുണ്ട്. ഇപ്പോൾ കൊടുത്ത മൊഴിയിലടക്കം നമുക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്. ഗോവിന്ദചാമി എന്ന് പറയുന്ന ഈ പ്രതി ഇൻബോൺ ക്രിമിനലാണ്. മാരകമായ കുറ്റവാസനയുള്ള, മൃഗീയമായ തരത്തിൽ ഒരു സ്വഭാവ സവിശേഷതകളുള്ള ക്രൂരനായ ഒരാളാണ്. ഇന്നലെ അയാൾ നേരം പുലർച്ചെയാണ് ആ ജയിലിൽ നിന്ന് പുറത്തു ചാടിയത്. ഭാഗ്യവശാൽ നാട്ടുകാരുടെ കണ്ണിൽ പെട്ടു, കിണറ്റിൽ പോയി. അത് നമുക്കറിയാലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ ഒരൊറ്റ ചോദ്യം, ഈ മനുഷ്യൻ പോകുന്ന ഇത്രമേൽ ലൈംഗികമായ കുറ്റവാസനയുള്ള ഒരാളിൻ്റെ മുന്നിൽ ഇന്നലെ പുലർച്ചെ ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടിയോ സൗമ്യയെപ്പോലൊരു പെൺകുട്ടി പെട്ടിരുന്നെങ്കിൽ നമുക്ക് ഇന്നലെ മറ്റൊരു സൗമ്യയെ കൂടി ലഭിക്കുമായിരുന്നു. ഇതിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് എടുത്തില്ല പോയെങ്കിൽ എന്താ 3 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നല്ലോ എന്ന് പറയുന്നവരോടാണ്. കേരളത്തിൻ്റെ മഹാഭാഗ്യം കൊണ്ടാണ് അയാൾ ഈ നാട്ടുകാരുടെ കണ്ണിൽ പെട്ടത്. മറിച്ച് ആ വേട്ടനായയുടെ കണ്ണിൽ ഒരു ഇര പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ആ പെൺകുട്ടിയെ, ആ മനുഷ്യ ജന്മത്തെ ഓർത്ത് നമ്മൾ കണ്ണീർ വാർക്കേണ്ടി വരുമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ, ഇപ്പോൾ സഖാവ് KK രമ ഇവിടെ ചൂണ്ടിക്കാണിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും സ്മൃതി നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ KC രാമചന്ദ്രൻ, അദ്ദേഹം ആ കേസിൽ പ്രതിയായി ഇതേ കണ്ണൂർ ജയിലിൽ ഉണ്ടായിരുന്ന ആളാണ്. 1081 ദിവസം 1ാം പിണറായി സർക്കാരിന് ശേഷം ഇവർക്ക് കിട്ടിയ പരോളിനെ കുറിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയാണ് സ്മൃതി 1081 ദിവസത്തെ പരോളാണെന്ന് വെച്ചാൽ ഈ 9 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 3 വർഷക്കാലം പുറത്തായിരുന്നു. ഞാനിപ്പോൾ ആ പട്ടിക പറഞ്ഞ അണ്ണൻ ശുചിത്വമൊക്കെ 1000-ന് ആളുകളാണ്. 500-നും 1000-നും ഇവർക്ക് പരോൾ കൊടുക്കുന്നു. ഈ പ്രതികൾക്ക് ഇപ്പോൾ ഇന്ന് ഗോവിന്ദചാമിയുടെ മൊഴിയുണ്ട്. കഞ്ചാവ് ഞാൻ അവിടെ ഉപയോഗിക്കാറുണ്ട്, അതിന് പണം ഞാൻ കൊടുക്കാറ് ഗൂഗിൾ പേ വഴി എന്ന് വെച്ചാൽ കഞ്ചാവ്, മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് സുലഭമാണ്. വ്യാപകമായി അവിടുത്തെ പ്രതികൾ ഫോൺ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്ര മൃഗീയ വാസനയുള്ള കുറ്റവാളികളെ പാർപ്പിച്ചിട്ടുള്ള കണ്ണൂർ ജയിലിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജയിൽ വകുപ്പിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ നോക്കുകുത്തികളായി മാറുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെയാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാർ ഭയക്കേണ്ട, അവരെക്കാൾ രാഷ്ട്രീയ സ്വാധീനമുള്ള 9 കൊല്ലത്തിനിടയിൽ 3 കൊല്ലം പരോളിൽ കഴിയാൻ കഴിയുന്ന വിദ്വാന്മാരാണ് അതിനകത്ത് കിടക്കുന്നവർ. അതിനകത്തുള്ളൊരു പ്രതി മുഹമ്മദ് ഷാഫി, ആ ഷാഫി പരോളിൽ ഇറങ്ങി കല്യാണം കഴിക്കുമ്പോൾ ആ കല്യാണ പന്തലിൽ കല്യാണരാമന്റെ വേഷം കെട്ടി നിന്നത് ആരാ സ്മൃതി? ആ വേഷം കെട്ടി നിന്നയാൾ ഇപ്പൊ കേരളത്തിന്റെ സ്പീക്കറാണ്. ഇത്രയ്ക്ക് രാഷ്ട്രീയ പിന്തുണയുള്ള ഈ കേരളത്തിന്റെ പോലീസിലെയോ ജയിൽ വകുപ്പിലെയോ ഒരു ഉദ്യോഗസ്ഥന് എന്താണ് നീ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ പോലും ധൈര്യം വരാത്ത ഭരണകൂടത്തിന്റെ ഇഷ്ടക്കാർ താമസിക്കുന്ന ഒരു ജയിലിനകത്ത് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അയവുള്ളതാവും, അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളാകെ താറുമാറാകും. ആ ജയിലിനകത്തെ സിസ്റ്റം തകരാറിലാണ് എന്നതിന്റെ തെളിവാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന ഈ പ്രതി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.